ജമാഅത്തെ ഇസ്ലാമിയും SDPയുമെല്ലാം SDPI ജമാഅത്തെ ഇസ്ലാമി സൃഷ്ടിച്ച ഒരു ആശയ ലോകത്തിനാണ് കുറെ കൂടി അഗ്രസീവായിട്ട് നിലപാടുകൾ സ്വീകരിച്ചത്. SDPI ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള കലാപത്തിന്റെ എണ്ണം നമുക്കറിയാലോ. ജമാഅത്തെ ഇസ്ലാമി ഇതിനെല്ലാമായിട്ടുള്ള ആശയപരമായിട്ടുള്ള പിന്തുണയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് വിശദീകരിക്കൂ, ഞാൻ സമയം തരാം. ആശയപരമായ പിന്തുണ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? കേരളത്തിൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സമുദായങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആസൂത്രിത ശ്രമങ്ങളും പദ്ധതികളും സംഘടനകളാണ്. കേരളത്തിന്റെ മതസാമുദായിക സാഹോദര്യത്തെ തകർക്കുന്ന തരത്തിൽ കേരളത്തിന്റെ മതസാമുദായിക സാഹോദര്യത്തെ തകർക്കുന്ന എന്ത് ഇടപെടലാണ് ജമാഅത്തെ ഇസ്ലാമി UDF സഖ്യം ചെയ്യുന്നത് എന്ന് വിശദീകരിക്കാമോ? ഒരു ഉദാഹരണമോ ഒരു കോണ്ടെക്സ്റ്റോ പറയാമോ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് മതരാഷ്ട്രവാദമാണ്. അപ്പം മതവും രാഷ്ട്രീയവും തമ്മിലുള്ള വേർതിരിവ് ഇല്ലാതാക്കി മതത്തിന് തന്നെ രാജ്യത്തിന്റെ ഭരണം കൈയാളാൻ കഴിയുന്ന ഒരു സങ്കല്പമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഞാൻ പറയുന്നത് വീണ്ടും ജമാഅത്തെ ഇസ്ലാമിക്കാരോട് ചോദിച്ചാൽ അവർ പറയുന്നു അവർക്ക് മതരാഷ്ട്രവാദമൊന്നും ഇല്ല എന്നാണ്. അതിന്റെ അമീർ കഴിഞ്ഞ ദിവസവും വാർത്താ സമ്മേളനത്തിൽ മതരാഷ്ട്രവാദം ഇല്ല എന്ന് പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ അവർ മതരാഷ്ട്രവാദികളാണെന്ന് പറയുന്നു. നമ്മുടെ മുമ്പിൽ RSS ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഞാൻ ചോദിക്കുന്നതാണ്, നമ്മുടെ മുമ്പിൽ RSS ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ എക്സ്പ്ലിസിറ്റ് ആയി നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ മുമ്പിൽ തുറന്നുണ്ട്. കനത്ത വർഗീയത പ്രസംഗിക്കുന്നു, പരമത വിദ്വേഷം പ്രസംഗിക്കുന്നു, കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്നു, ആയുധം എടുക്കാൻ ആഹ്വാനം ചെയ്യുന്നു. ഇവിടെ ഒരു സമുദായ നേതാവ് RSSന് വേണ്ടി ജില്ല തിരിച്ച് വർഗീയത പറയുന്നു, സമുദായത്തെ ആക്ഷേപിക്കുന്ന പണിയെടുക്കുന്നു. ആ നിലയ്ക്ക് UDF കേന്ദ്രങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള നിങ്ങൾ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി UDF സഖ്യത്തിൽ നിന്ന് വരുന്ന പരമത വിദ്വേഷത്തിന്റെ സാമുദായിക വിഭജനത്തിന്റെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാമോ എന്നാണ് ചോദ്യം. അല്ലാതെ അവരുടെ ആശയ ലോകം മതരാഷ്ട്രമെന്നല്ലാതെ അവരെന്താണ് വിസിബിളി ഇവിടെ എന്ന ആശയം തന്നെ മതരാഷ്ട്രവാദം എന്ന ആശയം തന്നെ പരമത വിദ്വേഷമാണ്. മതരാഷ്ട്രവാദം എന്ന ആശയം തന്നെ ജനാധിപത്യ വിരുദ്ധമാണ്. അല്ല, അവരല്ലേ പറയുന്നത് അവർക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്ന്. അവർ ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി പ്രവർത്തിക്കുകയാണെന്ന്. ജമാഅത്തെ ഇസ്ലാം അല്ല, അവർ RSS എന്താ പറയുന്നത്? ഞങ്ങൾ മതരാഷ്ട്രവാദത്തിന്റെ ആളെന്ന് പറയുന്നുണ്ടോ? RSS പറയുന്നില്ല. പോലും മര്യാദക്കില്ല. RSS പറയുന്ന മുഴുവൻ വർഗീയതയാണ്. RSS മൈക്ക് കെട്ടിവെച്ച് വർഗീയത പറയാണ്. RSS മൈക്ക് കെട്ടിവെച്ച് വർഗീയത പച്ചയ്ക്ക് പറയുന്നുണ്ട്. നിങ്ങൾ എത്ര തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശാൻ ശ്രമിച്ചാലും ഞാനൊരു കാര്യം ചോദിക്കണമല്ലോ, RSSന്റെ മുസ്ലിം പതിപ്പാണ് ജമാഅത്തെ ഇസ്ലാമി. ശരി, ഞാൻ ചോദിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും UDFും സംയോജിതമായി കേരളത്തിന്റെ മതനിരപേക്ഷതയോട് ചെയ്തുകൊണ്ടിരിക്കുന്ന പാതകം എന്താണെന്നാണ് എന്റെ ചോദ്യം. എന്തായിരുന്നു? അല്ല, ഞാൻ ചോദിക്കുന്ന RSSും അല്ല ജമാഅത്തെ ഇസ്ലാമിയും UDFും ബന്ധിതമായിക്കൊണ്ട് കേരളത്തിന്റെ മതനിരപേക്ഷതയോട് ചെയ്യുന്ന പാതകം എന്താണ്? പാതകം എന്ന് പറഞ്ഞാൽ മതരാഷ്ട്രവാദം എന്ന ആശയത്തിലേക്ക് മതനിരപേക്ഷമായിട്ടുള്ള സമൂഹത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള തുടർച്ചയായ ഇടപെടൽ ആശയമണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് വിശദീകരിക്കാമോ ചോദിക്കുന്ന കാര്യം അതിനനുസരിച്ചാണ് പല ഗ്രൂപ്പുകളും ഇവിടെ രൂപപ്പെടുന്നത്. ഞാൻ അത് വിശദീകരിക്കാമെന്ന് ചോദിക്കണം. എങ്ങനെയാണ് ഈ ഡിവൈഡ് ചെയ്യാനുള്ള പരിപാടി അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഒളിഞ്ഞോ തെളിഞ്ഞോ ഈ UDFനോട് ചേർന്നുകൊണ്ട് അവർ നടത്തുന്ന ഡിവൈഡ് പരിപാടി അവർ മുന്നോട്ട് വെക്ക്. മുസ്ലിം ബ്രദർഹുഡിനെ അംഗീകരിക്കുന്ന പ്രസ്ഥാനമല്ലേ അവർ സോളിഡാരിറ്റിയുടെ ഒരു മാർച്ച് കരിപ്പൂരിൽ നടത്തിയപ്പോൾ എന്തിനാണ് മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാക്കന്മാരുടെ ഫോട്ടോ ഉയർത്തിപ്പിടിച്ചത്? മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി തന്നെ പ്രസംഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ RSSനെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിം ബ്രദർഹുഡിനെ പോലെയുള്ള പ്രസ്ഥാനമാണ് RSS എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആഗോള ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡിനെ ഉൾപ്പെടെ അംഗീകരിക്കുന്ന പ്രസ്ഥാനം. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് ചെയ്തെന്ന് ചോദിച്ചാൽ ഇവിടെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ അത്ര സ്വാധീനമായിട്ടില്ല. അവർ അതിനുവേണ്ടി ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്ര സംഘമായതുകൊണ്ട് അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല നിങ്ങൾ പറയുന്നു. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് സഖ്യവും സഹകരണവും ഉണ്ടാക്കിയ കാലം നമുക്കറിയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഞങ്ങൾ നേടിയതിൽ UDFന് അതൃപ്തിയും അസ്വസ്ഥതയും ഉണ്ടായിരിക്കുന്നു എന്ന് അഭിമാനത്തോടെ പറഞ്ഞ പിണറായി വിജയനെ നമുക്കിപ്പോഴും കേൾക്കാൻ കഴിയും. ദേശാഭിമാനി എഴുതിയ പുകഴ്വാക്കുകൾ നമുക്കിപ്പോഴും വായിക്കാൻ കഴിയും. അപ്പൊ നിങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും ഒന്നായിരുന്ന കാലത്ത് കേരളത്തിൽ എത്ര മാറാടുകൾ ആവർത്തിച്ചിട്ടുണ്ട്? ബാലൻ പറഞ്ഞ പോലെ അതൊക്കെ നിങ്ങളങ്ങ് പ്രചരിപ്പിക്കുകയാണ്. നിങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഞങ്ങൾ കൂട്ടിയാർന്നിട്ടില്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി നേരത്തെ സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യുക എന്ന നിലപാടൊക്കെയാണ് അവർ സ്വീകരിച്ചത്. അപ്പോൾ ഏതൊരു തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഉൾപ്പെടെ വോട്ട് UDFന് കിട്ടിയിട്ടില്ല എന്ന് ദേശാഭിമാനിയുടെ എഡിറ്റോറിയലോ മറ്റോ പരാമർശിക്കുന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമിയും ഇടതുപക്ഷവും തമ്മിൽ പണ്ട് ബായി ആയിരുന്നു എന്ന് നിങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി നോക്കിയാണ്.
ഞങ്ങൾ ഇതുപോലെയുള്ള മതരാഷ്ട്രവാദ സിദ്ധാന്തവുമായിട്ട് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യുന്ന പ്രശ്നമില്ല. അത് RSS ഹിന്ദു മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നു. രണ്ട് മതതീവ്രവാദ സംവിധാനത്തോടും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്ന പരിപാടിയില്ല.